ലെറ്റ്സ് പ്ലേയുടെ 14ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ വേണ്ടി വന്നിട്ട് എത്ര ദിവസമായി ഗൈസ്? 179 ദിവസമായി. നമ്മൾ ഈ 179 ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ ആർമറാക്കി ബിൽഡ്സ് അയൺ ഫാമൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട്സില്ല ഗൈസ്. ഇത്രയും വലിയൊരു വേൾഡ് ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഗൈസ്. എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടും ഇല്ല, ഒരു കുന്തും ഇല്ല. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് പറയാൻ വേണ്ടി പറയുകയാണ്, ഇവിടെ ഈ ഒരു ലിമിറ്റ്ലെസ് വേൾഡിൽ നമുക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ ഗൈസ്. ഉദാഹരണത്തിന് ഈ ഡോങ്കിനെ കണ്ടു. ഈ ഡോങ്കിക്ക് ഇപ്പോൾ ഒരു സാഡിൽ വെച്ച് കൊടുത്താൽ ഇവനെ നമുക്ക് ടേം ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ ഫ്രണ്ടാക്കും. ഇവൻ നമുക്ക് ഇപ്പോൾ വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇവനെ മാറ്റുകയാണ്. അതുപോലെ ഈ കോഴിയെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ചില മോബ്സിനും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. നമുക്ക് മാക്സിമം നമുക്കിപ്പോൾ ആവശ്യമുള്ള കുറച്ച് ഡോഗ്സിനാണ് ഗൈസ്. നമുക്ക് കുറച്ച് ഗാർഡ് ഡോഗ്സിന് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് ബോൺ എടുക്കണം. ലേറ്റർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കെൽട്ടൺ ഫാർമിലോട്ട് പോയിട്ട് കുറച്ച് മറ്റേ ബോൺ എടുക്കണം. പിന്നെ ഇപ്പോഴേ പറയുകയാണെങ്കിൽ ചെറിയ എപ്പിസോഡായിരിക്കും. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് അടുത്ത വീഡിയോ നമ്മൾ ടണൽ ഉണ്ടാക്കുമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ടണൽ ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ ഡിസൈനൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ചുമ്മാ ഒരു ടണൽ ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ മതിയിരുന്നു. പിന്നെ കേസ് എനിക്ക് ഇച്ചിരി കൂടി ഡിസൈൻസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു കേസ്. അത് കഴിഞ്ഞിട്ട് ഡിസൈൻസൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അത് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് എന്തായാലും ഉറപ്പാണ്. പക്ഷേ അത് ഈ ഇടയ്ക്കൊന്നും വരത്തില്ല. എന്തായാലും ഇപ്പോൾ ട്യൂസ്ഡേ സ്കൂൾ ഓപ്പണിംഗ് ആണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അടുത്ത സാറ്റർഡേയോ ഫ്രൈഡേയോ സൺഡേയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഉറപ്പാണ്. നമുക്ക് പറ്റുന്നവരെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് മോബ് ഫാർമിലോട്ട് പോയിട്ട് നമുക്കിനി ഒരു അതിനകത്ത് കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അതിൽ നിന്നുള്ള എല്ലാ സംഭവം എടുത്ത് നമ്മുടെ ചെസ്റ്റിൽ ഞാൻ കൊണ്ട് വെച്ചായിരുന്നു. ആ ചെസ്റ്റ് കുറച്ച് കാലിയിരിക്കുന്നുണ്ടാകുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെച്ച് നമ്മുടെ ഫാർമ വെട്ടിയിൽ ഇവിടെ എല്ലാം കാണുമോ? ഇതിനകത്താണെങ്കിലും ഇതിനകത്തുണ്ടുണ്ട് 12 ഉണ്ട്. ഓക്കെ, ഇതന്നെ മതി നമുക്ക്. ഇനി മേളിലോട്ട് പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ മേളിലോട്ട് എത്തിയിട്ടുണ്ട്. മേളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ രാത്രി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മേളിലോട്ട് പോയി പറഞ്ഞു വിടാം. ആരെങ്കിലൊക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് ദൂരം അങ്ങ് നടന്നല്ല പറന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു തേങ്ങയും കാണുന്നില്ല. നമ്മളിതേ ഇവിടെ ഒരു മറ്റേ സാൻഡല്ല സ്നോവി ബയോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റെയർ ഡോഗ് ഉണ്ട് ഗൈസ്. അത് മറ്റേ വെള്ള കളറിൽ, അത് ഭയങ്കര റെയറാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വലിയ ഉപയോഗം എല്ലാ ഡോഗ്സിനെ പോലെ തന്നെ അതും. പക്ഷെ എന്നാലും ഇവിടെ കുറേ പുതിയ അപ്ഡേറ്റിൽ കുറേ ബയോം അനുസരിച്ച് ഇപ്പം ഡോഗ്സിനെ കൊണ്ടുവരുന്ന. മുമ്പൊക്കെ ഒരു വെള്ള ഡോഗ് മാത്രമേ ഉള്ളായിരുന്നു എവിടെ സ്പോൺ ആയാലും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അത് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇത് നമ്മളെ പഴയ വില്ലേജ് തന്നെയല്ലേ? ഓക്കെ, ഞാൻ കണ്ടുപിടിച്ച വില്ലേജ് ഇതുണ്ടായിട്ടാണ് ഗൈസ് ഞാൻ മറ്റേ പഴയ വില്ലേജിൽ പോയിട്ട് ഞാൻ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ വല്ലതും കാണും നോക്കാം ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഉണ്ട്. സാധാരണ ഇവിടെ ഒരു കുഴി എലൈറ്റർ സൂപ്പർ എലൈറ്റർ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ മേലിലോട്ട് പോകണം ഇനി. ഓക്കെ, ഇവിടെ നിന്ന് പറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പാട്. ഇവിടെ നിന്ന് എത്തി പക്ഷേ പറക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു തേങ്ങയില്ല. ഞാൻ ഇവിടെ പറന്ന് നോക്കിയാലൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആ മറ്റേ ബ്രൗൺ കളറിലെ പട്ടിക്ക് റസ്റ്റി എന്ന് പറയുന്ന പട്ടിയില്ലേ, അത് അത്യാവശ്യം നല്ലൊരു കാണാൻ നല്ല രസമുള്ള ഡോഗാണ്. അതിൻ്റെ പേരും അങ്ങനെയാണെന്ന് തോന്നുന്നു. റസ്റ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റസ്റ്റി തന്നെയാണ് അതിൻ്റെ പേര്. ഇവിടെ വല്ലതും കാണുമോ? ഇവിടെ ഒന്നും കാണാൻ വഴിയില്ല. എന്തായാലും കേസ് അടുത്ത വല്ല സ്ഥലം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേസ്. അതായിരിക്കും നല്ല. ആദ്യം ഇവിടെ സ്നോവി പോലെ സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ വല്ലതും കാണും. പോട്ടെ, നമുക്ക് ഇവിടെ വല്ലതും കാണും നോക്കാം. ഈ ഒരു ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പഴയ ജംഗിളിലോട്ടൊന്ന് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഒരു സ്നോ ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സ്നോ ബയോം. ഇനി വല്ല ഈ സംഭവം ഇതൊന്നും എനിക്ക് വള്ളിയൊന്നുമില്ല. നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ള ആർമറൊക്കെ ഉണ്ട്. അയ്യോ. ഓക്കെ രക്ഷപ്പെട്ട്. എടാ ഇതെന്താണ്? ഞാൻ പൊട്ടിച്ചല്ല, ഇത് പൊട്ടിക്കുക. നമുക്ക് ആർമർ ഇട്ടിട്ടില്ലേ? ഇനി കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും മുകളിലോട്ടൊന്ന് കയറട്ടെ. ചേടാ, ഇത് ഇവിടെ കുറച്ച് ഡെർട്ട് ബ്ലോക്കും ഇല്ലല്ലോ കയ്യിൽ. ഞാൻ എപ്പോഴും മറക്കും. ഓക്കെ ഗൈസ്, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുക്കാം. കുറച്ച് ഡെർട്ട്. ഓക്കെ, പാത്തായി എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഡെർട്ട് എടുക്കണം. ഗൈസ്, നമ്മൾ ഡെർട്ട് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ മതി. നമുക്കിനി മുകളിലോട്ട് കയറി പോകണം. ഇവിടെ സ്ട്രിങ് ഇതെൻ്റെ കയ്യിലുള്ള സ്ട്രിങ് അല്ലേ? ഓക്കെ, ഈ ബ്ലോക്ക് പൊട്ടിച്ച് കൈ കിട്ടിയാൽ വല്ല. ഓക്കെ, ഈ പാത്തിൽ കൂടെ പോകാം ഗൈസ്. ഈ ഒരു കാർപ്പറ്റ് കണക്കുള്ള സംഭവം, ഒരു സ്നോ ഗോലം നടക്കുമ്പോൾ ഒരു സംഭവമില്ല. ഇതിൽ കൂടെ നടന്നാൽ താഴ്ന്നു പോകത്തില്ല. എനിക്കത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെ വല്ലതും കാണുമോ നോക്കട്ടെ. ഇവിടെ ഞാൻ ഒരെണ്ണത്തിന് കണ്ട്. പക്ഷെ അത് പട്ടിയാണോ അതോ മറ്റേ
റാബിറ്റ് ആണെന്ന് അറിയത്തില്ല. അത് പെട്ടെന്ന് പോയി. എനിക്ക് തോന്നുന്നത് ഡോഗ് ആണെന്ന്. ഇവിടെ വല്ല കാണുവാണെങ്കിൽ പറയാം ഗൈസ്, ഐ മീൻ കാണിക്കാം ഗൈസ്. സോ ഗൈസ്, ഇവിടെ ഞാൻ നടന്നു നോക്കിയിട്ടൊരു തേങ്ങയും കണ്ടില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു പില്ലറൊക്കെ പില്ലർ ചെയ്ത് നോക്കാം ഇവിടെ വല്ലതും കാണുവാന്ന്. ഏതെങ്കിലും ഒരു ഇതിന് കിട്ടിയാൽ മതി. വെള്ളയാണെങ്കിലും ഈ റെയർ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. നമുക്കൊരു ഫ്രണ്ട് വേണം. നമുക്കില്ല ഇവിടെ ഒറ്റക്കാണ് ഗൈസ്, അതാണ് വിഷയം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നെ ആ കുഴിയിൽ വീണ് വെട്ട് ഇനി കുറച്ച് ഹെൽത്ത് നമുക്കിത് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ ഇവിടെ വരെ പോത്തെ ചേടാ? ഇതെന്ത് കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേലോട്ട് പില്ലർ ചെയ്ത് കുറച്ച് ഇത് വെച്ചേക്കാം. നല്ല മഴയും പെയ്യുന്ന സ്നോയും ഉണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, ഇവിടെ കുറച്ച് നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് നടന്നു പോകുമ്പോൾ പിന്നെ താന്നു പോകും. എനിക്ക് പറഞ്ഞ് തീർന്നില്ല. നമുക്ക് ചാടി പോവാം. അതാകുമ്പോൾ പണി കിട്ടത്തില്ലെന്ന് തോന്നുന്നല്ല, പണി കിട്ടും. ഇത് പൊട്ടിക്കണമല്ലോ ഇനി. എൻ്റെ ശവലെടുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല. ഇത് ഈ ബ്ലോക്ക് കിട്ടുന്നുണ്ടല്ലോ. ബ്ലോക്കിന് വെളിയിൽ പോയി ഇങ്ങനെ താന്നു. ഇതിൻ്റെ ബ്ലോക്കിന് വെളിയിൽ പോയി താന്നു പോകത്തില്ല. നല്ല സ്നോ ഉണ്ട്. നല്ല ക്രീപ്പർ അതായത് പട്ടി കണ്ട് ഇതൊക്കെ സൊറ ഓടിപ്പോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കണ്ട് നിൽക്കുന്നു. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടോ? ഒന്നേ ഉള്ള. കുറച്ച് ബോൾ എടുക്കട്ടെ. പെട്ടെന്ന് ടൈം ചെയ്യാം. ഇവനുള്ളെന്ന് തോന്നി. ഇതാണെങ്കിലും മതി, കുഴപ്പമില്ല. ഓക്കെ, ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് വേറെ ഒരെണ്ണം. ഇതില്ല സ്നോ ബൈവി കാണുന്ന റെയർ. എൻ്റെ പൊന്നു കേസ്, നമുക്ക് ആ റെയർ കിട്ടിയിട്ടുണ്ട് കേസ്. ഫൈനലി ഇതേ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പൊന്നെ. ഇവിടെ കുറച്ച് ബോളുണ്ട് കേസ്. ഇത് നമുക്ക് 2 റെയർ ഡോഗ്സിനെ കിട്ടി കേസ്. നമ്മൾ ഒരെണ്ണത്തിന് തമ്മിൽ നമുക്ക് 2 വേറെ ഇത് റെയർ അല്ല, ഇത് നോർമലാണ്. ഓക്കെ, ക്രീപ്പർ പെട്ടെന്ന്. ഈ സ്പൈഡർ കൊണ്ട് വല്ല ശല്യമാണല്ലോ. പുതിയ ഫാൻറ്റും ഒക്കെ ഇറങ്ങി. ഞാൻ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. ഞാനിവിടെ കുറച്ച് ഡിസൈനിങ് പരിപാടിയിലേക്കാണ് കേസ്. ഓക്കെ, ഇത് നമുക്ക് ഉറങ്ങാനുണ്ടെങ്കിൽ നമുക്ക് ബെഡ് എടുത്തിട്ട് കിടന്ന് ഉറങ്ങാം. നേരം കിട്ടും. നമ്മളെ ഫ്രണ്ട്സാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാം. നല്ല സ്നോ ഉണ്ട്. എനിക്ക് സ്നോ ഇഷ്ടപ്പെട്ട് വീഴുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്നോ കാണുന്നത് മൈൻക്രാഫ്റ്റിൽ. ഐ മീൻ ഇതേപോലത്തെ ഒരു വേൾഡിൽ. നമുക്ക് എന്തായാലും ഇനി വീട്ടിലോട്ട് പോകണം കേസ്. ഉമ്മാർ ടെലിപ്പോർട്ടേ വരുമല്ലോ. 4-5 ഉണ്ട് നമുക്ക് കയ്യിൽ. ഇപ്പം ഇനി വേറെ ആരെയും എടുക്കണം. ഇനിയിപ്പോൾ വേറെ ആരും വേണ്ട. നമുക്ക് എന്തായാലും പറന്നു പോയി നോക്കാം. ഉമ്മാർ ടെലിപ്പോർട്ടേ വരുമല്ലോ. എലേറ്റർ ഇട്ടിട്ടില്ലല്ലേ? എലേറ്റർ ഇട്ടിട്ടേ ചേട്ടാ. ടെലിപ്പോർട്ടായി വരണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് 1 മിനിറ്റ് ഉമ്മ ടെലിപ്പോർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ചോണ്ട് എന്താ ഉമ്മ ടെലിപ്പോർട്ടേ വരാത്തേ? ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണോ? അമ്മ പോയേ ഇനി. ദേ നിൽക്കുന്നല്ലോ. ഒന്നുകൂടി പറന്ന് നോക്കാം. ഇവിടെ കാണേണ്ടതാണല്ലോ. പക്ഷെ ഇതെന്ത് പറക്കാനും പറ്റുന്നില്ല ഇപ്പം. ഓക്കെ, ഇത് അങ്ങോട്ട് പറന്ന് നോക്കാം. ഇനി ഉമ്മർക്ക് ഇത്രയും വരാൻ പറ്റത്തില്ല. ഇനി ആ കേവിലോട്ടെല്ലാം വീണു പോകാവോ? ഉമ്മാർ ടെലിപ്പോർട്ടേ വരുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇവിടേക്ക് പൊട്ടിച്ച് ഇങ്ങനെ വേണം. അതുകൊണ്ടാണ് ഗൈസ്. എനിക്കൊന്ന് ഇനി വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കും. ചിലപ്പോൾ വീട്ടിലോട്ട് അവന്മാരെ ടെലിപ്പോർട്ടേ വരുമായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് അവിടം വരെ വന്ന് ഈ ഡോഗ്സിനെ കണ്ട ഈ ഒരുത്തം മാത്രമേ നമ്മുടെ കൂടെ വന്നുള്ളൂ. ബാക്കി ആരെയും കാണുന്നില്ല. ആ റെയറും കാണുന്നില്ല, അല്ലാതെ കുറേ ഉണ്ടാകുന്നവരെ കാണുന്നില്ല. ഈ ഒരൊറ്റ ഒരാളെ ടെലിപ്പോർട്ടേ വന്നുള്ളൂ. അപ്പോൾ ഗൈസ്, ഇവനൊറ്റൊരുത്തന്നെ നമുക്കിവിടെ ഫ്രണ്ടായിട്ടുള്ളത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതന്നെ മതി. നമുക്ക് ഇവിടെ ഇവനൊരു പേര് കൊടുക്കണം. ലേഡീസ് പണയെ പോകത്തൊന്നുമില്ല, എന്നാലും നമുക്കൊരു പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കും ഇവനിപ്പോൾ? നമുക്കൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയാലേ ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ കോഴീനെ ഒന്ന് അടിച്ചു വെക്കാം. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ അവനെ അടിച്ച് കൊല്ലും. അവനെ നമുക്ക് നല്ല കടി. ഓക്കെ, ഇത് നല്ല കടിയുണ്ട് ഗൈസ്. നമുക്ക് ഒറ്റ കടിയിലാണ് തീർത്ത്. നമുക്ക് എന്ത് പേര് കൊടുക്കും? ദാമോദരൻ കൊടുത്തല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഉറപ്പിച്ച് 1 തരം 2 തരം 3 തരം ദാമോദരൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മേളിൽ പോയിട്ട് നമുക്ക് നെയിം ടാഗ് എടുക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ചെറിയ എപ്പിസോഡാണ്. സോ നമുക്ക് വലിയതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും അടുത്തടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ടണൽ ഉണ്ടാക്കിയിരിക്കുക ഉറപ്പാണ്. ടണൽ മീൻസ് ലെതർ ഹബ്ബ് ഉണ്ടാക്കിയിരിക്കും. ഇതല്ല നമ്മുടെ വാനിബിൾ ചെസ്റ്റിലായിരിക്കും മിക്കവാറും ഇതിരിക്കുന്ന. കുറേ കാണും, അറിയത്തില്ല. നോക്കട്ടെ. സൂപ്പർ. നമ്മുടെ കയ്യിലൊരു നെയിം ടാഗ് പോലും ഇല്ല. നല്ല കാര്യം. നമുക്ക് എന്തായാലും നമ്മുടെ ഫിഷിംഗ് ഫാമിൽ പോയി നോക്കാം. ഇവിടെ FK ഫിഷിംഗ് ഫാം. അവിടെ മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. ഇതടച്ചിട്ടിട്ട് ഓക്കെ
ഓക്കെ നമ്മളങ്ങനെ ഫിഷിംഗ് ഫാമിലോട്ട് AFK ഫിഷ് ഫാമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി മിക്കവാറും ഇതിനകത്ത് കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഞാൻ ഫിഷ് ചെയ്തിട്ട് നമ്മുടെ ആർമറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഇനി ഇങ്ങനെ കയറാം. ഇതെന്താ ഇത് ഡെർട്ടാവുന്നേ? എന്തായാലും നമുക്കിത് പാത്ത് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെച്ചാണെങ്കിൽ കുറേ 5 ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും കുറേ ഫിഷും ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇതിലാണ് കേസ് എൻ്റെ ആർബൺ ടൂൾസിലോട്ടുള്ള എൻജാൻമെൻറ്റൊക്കെ ഞാൻ ആഡ് ചെയ്തത്. അത് ആ വീഡിയോ കിട്ടിയുമില്ല. അതിൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഇവൻ ടെലിപ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇവൻ വീട്ടിലോട്ട് കയറത്തില്ലല്ലേ പറഞ്ഞ പോലെ. വീട്ടിലോട്ട് കയറണമെങ്കിൽ മറ്റേ ഐറ്റം ഫ്രെയിം അല്ലല്ലോ, പെയിൻറ്റിങ് വെച്ചൊന്ന് ചെയ്യണം. അങ്ങനെ എന്താണ് കേസ്. ഇതിൽ നമുക്കിത് ഇതിനകത്തോട്ട് കയറിയിട്ട് ആൻവിൽ എവിടെ ആൻവിൽ എടുത്തിട്ട് നെയിം നമുക്ക് ദാമോദരൻ ഇങ്ങനെയാണോ, എന്ത് സ്പെല്ലിംഗ് എന്താണോ അറിയത്തില്ല. നമുക്കിതിലും DMOT ആണോ TH ദാമോദരൻ, തരനല്ലേ ധരനല്ലേ? എന്തായാലും നമുക്ക് ദാമോദരൻ എന്ന് കൊടുക്കാം. എനിക്കൊന്നും D ആണെന്ന്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാമല്ലോ ഇവനെ. നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് ഇവനെ ദാമു എന്ന് വിളിക്കാം ഗൈസ്, അല്ലെങ്കിൽ ദാമോദരൻ, എന്താ വെച്ചാൽ നമുക്ക് വിളിക്കാം. നിങ്ങൾ പറ. ഇവന് എവിടെ അവനെന്തി ഇവന് പോയാ? ഇവന്ന് ആ കുഴിയിൽ വല്ല വീണാണ് മിക്കവാറും. അവൻ അവിടെ വീണ് കാണും. ആ കുതിര കിടക്കുന്ന കുഴിയിൽ. ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. ഇവിടെ കാണും ഇനി. എന്തായാലും നമുക്കത് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ അയ്യോ, എവിടെ അവൻ? കുഴിയിലില്ലല്ലോ. എടി ഇവനും പോയാ? ഇവനും പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒരുമാതിരി ആയി പോകില്ല ഗൈസ്. ഇവിടെയൊന്നും കാണുന്നില്ല. എവിടെ ആരെയും വന്ന് എൻ്റെ പുനടെ എന്നെ പേടിപ്പിച്ചില്ല. നമുക്ക് എന്തായാലും ഇവൻ്റെ പേര് കൊടുത്തേക്കാം. ഓക്കെ, ദാമോദരൻ നമ്മുടെ സെറ്റായിട്ട് നമുക്ക് ഇവനെ ഷോർട്ട് ഫോം ആയിട്ട് ദാമു എന്താണെന്ന് വെച്ചാൽ വിളിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവനെന്തായാലും നമുക്കൊരു കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഗൈസ്. എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം ഉണ്ടാക്കി തരും. നമ്മുടെ ഈ വീട്ടിൽ രാജാവ് നമ്മളാണെങ്കിൽ രാജാവിൻ്റെ മോനും തരും. പ്രിൻസ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ ദാമോദരൻ എന്ന് പറയുന്നത്, രാജകുമാരൻ. യെസ്, ഇവന് വേണ്ടി ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കും. അത് സീനായിരിക്കും ഗൈസ്. അതൊക്കെ നമ്മുടെ വലിയ എപ്പിസോഡിലോട്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം ഐറ്റം പറയാം. ആദ്യം തന്നെ നമ്മുടെ രാജകുമാരൻ നമുക്കൊരു നമ്മുടെ വേൾഡിൽ നമ്മൾ കുറച്ച് റിച്ച് ആണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഡയമണ്ടൊക്കെ എറിഞ്ഞു കൊടുത്ത് നമ്മുടെ രാജാവ് റിച്ച് ആണെന്ന് കാണിച്ചു കൊടുക്കാം. എന്തായാലും നമ്മുടെ എടുത്ത് എറിഞ്ഞിട്ട് നമ്മുടെ രാജാവിൻ്റെ മുഖത്തോട്ട് തന്നെ രാജാവല്ല രാജകുമാരൻ്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കണം. നമുക്ക് കാണിച്ചു കൊടുത്തേക്കാം. രാജകുമാരാ, ഇതാണ് ഇന്നത്തെ കാണിക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ഡയമണ്ട് അങ്ങോട്ടേക്ക് ഒരു മൈന. ഈ കേസ് നമ്മൾ ഡയമണ്ട് വണ്ടിയിൽ നിന്ന് അടിച്ച് വാരിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഡയമണ്ടേ ഉള്ളൂ. നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ഇതടച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ഥിരം ഐറ്റം പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൊച്ചു എപ്പിസോഡായിരുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, ബൈ. വീഡിയോ ഇനി പൊക്കോ. വീഡിയോ കഴിഞ്ഞിടേ പോടേ. ഇനിയൊന്നുമില്ല ഇതിനകത്ത്. പൊക്കോ.